ഹായ്, ഏവർക്കും സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ദേവസ്വം ബോർഡിൽ അല്ലെ, ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ 300-ലധികം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ റാങ്ക് നിശ്ചയിക്കുന്നതിൽ നിർണായകമായ ഒരു ഘടകമാണ് എന്തായാലും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ട്, കുറച്ച് കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. പിന്നെ ഈ ബാച്ചിനെ കുറിച്ചും ഒന്ന് പറയേണ്ടതുണ്ട്. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ 15 അല്ലെങ്കിൽ 20 മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന്. നമുക്കറിയാം, സിലബസിൽ തന്നെ എടുത്തു പറയുന്ന ദൈവവിശ്വാസമുള്ള ഹൈന്ദവ ആചാരങ്ങളെയൊക്കെ കുറിച്ച് അറിയുന്ന, അങ്ങനെ അറിവുകളുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ LD ഒക്കെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായും ബാക്കിയുള്ള കോർ സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇപ്പൊ പൊതുവിജ്ഞാനമാണെങ്കിലും മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ പലർക്കും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വലിയൊരു പിടുത്തം ഉണ്ടാവില്ല. ക്ഷേത്രങ്ങൾ, അതുപോലെ ക്ഷേത്രഭരണം, ഹിന്ദു സംസ്കാരം, ആചാരങ്ങളും പാരമ്പര്യങ്ങളും, വിവിധ ദേവസ്വം ബോർഡുകൾ, അവയെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവുകൾ, ഇത്രയുമാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ പ്രധാനമായും പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞപ്പോൾ വളരെ സിമ്പിളായിട്ട് അങ്ങ് കഴിഞ്ഞു. ക്ഷേത്രങ്ങൾ, ക്ഷേത്രഭരണം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം അങ്ങനെ അങ്ങ് കഴിഞ്ഞുവെങ്കിലും ഇതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സിലബസിലൂടെ കടന്നുപോയി 20 മാർക്ക് നേടേണ്ടത് എന്ന് വരികയാണെങ്കിൽ, കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഒരു പ്രധാന ഘടകമാണ്. കേരളത്തിലെ ഏതെല്ലാം ജില്ലകളിലാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം എന്താണ്, അവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തിരിച്ചറിയണം. കേരള ക്ഷേത്ര വാസ്തുവിദ്യ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ടോ, കേരളത്തിലെ കലാക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്, അപ്പൊ കേരളത്തിലെ കലാക്ഷേത്രങ്ങളെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ ക്ഷേത്ര ഉത്സവങ്ങൾ, കേരള കലാമണ്ഡലം പോലെയൊക്കെയുള്ള, മാർഗി പോലെയുള്ള കലാക്ഷേത്രങ്ങളെ കുറിച്ച്, പിന്നെ ക്ഷേത്ര ഉത്സവങ്ങളെ കുറിച്ചും അറിയണം. അപ്പോ ഇങ്ങനെ പ്രധാനപ്പെട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ആദ്യം ക്ഷേത്രങ്ങൾ എന്ന വിഭാഗത്തിൽ വരുന്നത്. ആ ക്ഷേത്ര ഭരണവും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അതിന് ഇൻക്ലൂഡഡ് ആണ്, ക്ഷേത്ര മര്യാദ അതിനകത്ത് തന്നെ വരും. അങ്ങനെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, അവിടുത്തെ വഴിപാടുകൾ, അവിടുത്തെ ഉത്സവങ്ങൾ എന്ന് വേണ്ട ഓരോ ക്ഷേത്രത്തിനെയും സംബന്ധിച്ചുള്ള ഐതിഹ്യങ്ങൾ, ആ ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട ആചാരങ്ങൾ, ഇതെല്ലാം ഈ ഒരു ടോപ്പിക്കിനകത്താണ് വരുന്നത്. പിന്നെ കേരള ക്ഷേത്ര വാസ്തുവിദ്യയെക്കുറിച്ചോ, കേരളത്തിലെ കലാക്ഷേത്രങ്ങളെക്കുറിച്ചോ, ക്ഷേത്ര ഉത്സവങ്ങളെക്കുറിച്ച് ഒക്കെയാണ് ഇതിനകത്ത് പരാമർശിക്കുന്നത്. ഹിന്ദു സംസ്കാരം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സനാതന ധർമ്മമാണ് ഹിന്ദു സംസ്കാരം. എന്താണ് സനാതന ധർമ്മം? നശ്വരമല്ലാത്തത്, അനശ്വരമായ സംസ്കാരമാണ് സനാതന ധർമ്മം. ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങൾ, ഇവയെക്കുറിച്ചും അവയെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരും. മതപരമായ പാരമ്പര്യം, നിലവിളക്ക് കൊളുത്തുന്നത് മുതൽ, പ്രദക്ഷിണം ചെയ്യുന്നത് മുതൽ, നമസ്കാരം ചെയ്യുന്നത് മുതൽ എന്നു വേണ്ട ഹിന്ദു ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഹൈന്ദവ ആചാരങ്ങളെല്ലാം തന്നെ ഈ ഒരു മതപരമായ പാരമ്പര്യം എന്ന സെക്ഷനിൽ പഠിക്കണം. പുരാണങ്ങളെ കുറിച്ച്, ചതുർവേദങ്ങളെ കുറിച്ച് ഒക്കെയും പരാമർശിച്ചു പോകുന്ന പുരാണ ഗ്രന്ഥങ്ങൾ അല്ലെ. ക്ഷേത്രശാസ്ത്രം അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ശാസ്ത്രം ഏതിലൂന്നിയാണ് നിൽക്കുന്നത്, ഏത് മഹത് ഗ്രന്ഥത്തിലൂന്നിയാണ് നിൽക്കുന്നത്? തന്ത്രശാസ്ത്രം. ദത്താത്രേയ മുനിയുടെ തന്ത്രശാസ്ത്രത്തിൽ എന്തൊക്കെ ക്ഷേത്രവിധികളാണ് പറയുന്നത്, എന്തൊക്കെ പൂജകളാണ് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വർണ്ണിക്കുന്ന
തന്ത്രശാസ്ത്രം അത് ദത്താത്രേയ മുനി, തന്ത്ര സമുച്ചയം ചേന്നാസിന്റെയാണ്, ചേന്നാസ് നാരായണ നമ്പൂതിരിയുടെയാണ്. അതിനകത്ത് എന്തൊക്കെയാണ് ക്ഷേത്രവിദ്യയെക്കുറിച്ച് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മതപരമായ പാരമ്പര്യത്തിലും പുരാണ ഗ്രന്ഥങ്ങളിലും ഒക്കെ അടങ്ങിയിരിക്കുന്നു. ഹിന്ദു സാഹിത്യങ്ങളും അവയുടെ സംഭാവനകളും, പാലാ പ്രസ്ഥാനമൊക്കെ ഭക്തി പ്രസ്ഥാനത്തിൽ ഊന്നി നിന്ന് പൂന്താനം, മേൽപ്പത്തൂര് തുടങ്ങിയ കവികളിലൂടെ വളർന്നു വന്ന ഹൈന്ദവ സാഹിത്യങ്ങൾ എത്രത്തോളം മലയാള ഭാഷയെ പരിപോഷിപ്പിച്ചിട്ടുണ്ട്. ഹൈന്ദവ സാഹിത്യത്തിലൂടെ ഒരു കാലഘട്ടത്തിന്റെ ഭക്തിയാണ് തുറന്നു കാട്ടിയത് ഭക്തി പ്രസ്ഥാനത്തിലൂടെ. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണെങ്കിലും തുളസീദാസ രാമായണ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് രാമായണ ഇത്യാദി കൃതികൾ, തമിഴ് സാഹിത്യകൃതികളുടെ സ്വാധീന മലയാളത്തിലേക്ക് കമ്പരെ പോലുള്ളവർ കൊണ്ടുവന്നു. തിരുക്കുറൽ പോലുള്ള കൃതികളിലൂടെയൊക്കെ പകർന്നു കിട്ടിയ തിരുവള്ളുവരുടെ തിരുക്കുറൽ, അല്ലെ, ഇളങ്കോവടികൾ, ഇവരൊക്കെ ഹൈന്ദവ സാഹിത്യം, തോറ്റംപാട്ട് തുടങ്ങിയവയൊക്കെ മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വന്നത് ഹിന്ദു സാഹിത്യത്തിന്റെ സംഭാവനകളാണ്. അവയാണ് ഇതിനകത്തേക്ക് കടന്നു വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്ക് ഭംഗിയായി പരീക്ഷയ്ക്ക് മുമ്പ് പഠിച്ചെടുത്ത് ഫുൾ മാർക്കും വാങ്ങേണ്ടത്? സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമായി സൈലം PSC ഒരു ബാച്ച് നിങ്ങൾക്കായി ഒരുങ്ങുന്നുണ്ട്. 499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വാലിഡിറ്റി 6 മാസമാണ്. ഈ 6 മാസം എന്നുള്ളത് ചിലപ്പോൾ പരീക്ഷ നീണ്ടുപോയാൽ ടിൽ ദ എക്സാം വരെയും, റിവിഷൻ പാറ്റേൺ ഉൾപ്പെടെ എക്സാം വരെയും സൈലത്തിൽ നിന്ന് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ് അത് ലൈവ് ക്ലാസ് ആയിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ മാസം 10-ാം തീയതി ഏപ്രിൽ 10-ന് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇനി നമ്മുടെ ബാക്കി കോഴ്സുകളൊന്നും എടുക്കാത്ത, അതായത് മറ്റ് സബ്ജക്ട്സുകളിലൊന്നും പിടിയില്ല, എല്ലാം കൂടി പഠിച്ച് ഈ ഒരു ദേവസ്വം ബോർഡിന്റെ 300-ൽ പരം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിൽ LD ആണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട പോസ്റ്റ് ഏതാണോ അത് പിടിക്കണം എന്നുള്ളവർക്കായിട്ട് ദേവസ്വം ബോർഡ് എക്സാം ബാച്ച് എന്ന് പറഞ്ഞിട്ട് 999 രൂപയ്ക്ക് ഒരു കോഴ്സ് നിങ്ങൾക്ക് ഒരു ബാച്ച് പർച്ചേസ് ചെയ്യാം. അതും 10th ഏപ്രിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ ഒരു നമ്പറുണ്ട്, എൻക്വയറിക്ക് ഇതിൽ വിളിച്ചാൽ മതി. പൂർണ്ണമായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. 6 മാസമാണ് വാലിഡിറ്റി, ബാച്ചിന്റെ വാലിഡിറ്റി. എന്നാൽ 6 മാസത്തിനുള്ളിൽ പരീക്ഷ നടന്നില്ലെങ്കിൽ എക്സാം എപ്പോഴാണോ അതുവരെയും സൈലത്തിന്റെ ക്ലാസ് നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി മറ്റൊന്നുള്ളത്, നമ്മൾ പറഞ്ഞു 10-ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന്, കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് പോരെ എന്ന് തോന്നും. സിലബസ് ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്കിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ വലിയ മാറ്റമൊന്നും വരില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആ ഒരു ഹൈന്ദവ പുരാണവും ക്ഷേത്രമര്യാദയൊക്കെ തന്നെയാണ് മുൻ വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ളത്. അതൊക്കെ തന്നെ ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു തുടങ്ങാവുന്നതേ ഉള്ളൂ. വെബ്സൈറ്റിൽ പുതിയ സിലബസ് വരുന്നതോടുകൂടി നമുക്ക് ആ കാര്യം മനസ്സിലാവുകയും ചെയ്യും. 10-ാം തീയതി ആരംഭിക്കുന്ന ബാച്ച് ഒരു 20-ഓ 25-ഓ ഒക്കെ ആയിട്ട് എടുത്താൽ പോരെ എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ലത് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പഠിച്ചു പോകുന്നതാണ്. പെൻഡിങ് ഇല്ലാതെ ക്ലാസ്സുകൾ കാണാം. ഈ ലൈവ് ബാച്ച് എന്ന് പറയുമ്പോൾ ഈ ലൈവ് ബാച്ച് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ മറ്റു ജോലിക്കൊക്കെ പോകുന്നവരാണ്, പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് റെക്കോർഡായിട്ട് തന്നെ ആപ്പിൽ അവൈലബിൾ ആണ്. ഈ ആപ്പിനകത്ത് ലൈവ് ക്ലാസ്സിലേക്ക് വരുന്ന കണ്ടന്റ് നിങ്ങൾക്ക് ഡോക്യുമെന്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിന് പഠിക്കാമെന്നുള്ളതാണ്. ഇനി മെന്റർഷിപ്പ്, ഫ്രീ മെന്റർഷിപ്പ് നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സുകൾ, ടൈം ടേബിൾ സംബന്ധമായ കാര്യങ്ങളൊക്കെ അപ്പോഴപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. പിന്നെ ടെലഗ്രാം, ഫാക്കൽറ്റീസിൻ്റെ ടെലഗ്രാം ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എപ്പോഴും ഒരു അധ്യാപകരുമായിട്ട് കണക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ 10-ാം തീയതി ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് തുടക്കം മുതൽ, ഇപ്പോൾ ഫസ്റ്റ് കാര്യം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിലാണെങ്കിൽ ഇതാണ്, ക്ഷേത്രങ്ങളാണ്. ഇപ്പം ക്ഷേത്രം എന്ന കൺസെപ്റ്റ് മുതൽ ക്ഷേത്ര ഭരണവും ഹിന്ദു സംസ്കാരവും ആചാരവും പാരമ്പര്യവും എല്ലാം ഇതിനകത്ത് വരും. അപ്പോൾ നമ്മളൊരു 3-ഓ 4-ഓ 5-ഓ ക്ലാസ്സുകൾ ആയിപ്പോയാൽ, പെൻഡിങ് ആയിപ്പോയാൽ പിന്നെ അതൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. കാരണം നമ്മൾ ഇതുവരെയും പഠിച്ചു വന്ന കണ്ടന്റ് അല്ല, കുറച്ച് വ്യത്യസ്തമായൊരു കണ്ടന്റാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്നത്. പിന്നെ ഒരു ധൃതിയില്ലാതെ പഠിക്കാനുള്ള സമയമുണ്ട്, സമാധാനമായിട്ട് പഠിച്ചു പോകാനും സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു കലാക്ഷേത്രം, ക്ഷേത്ര ഉത്സവം തുടങ്ങി എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ടുള്ള സ്ലൈഡുകളിലൂടെ നിങ്ങൾക്ക്
ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിപ്പിച്ചെടുത്തു. മുൻകാല ചോദ്യം നമുക്കറിയാം, കഴിഞ്ഞ ദേവസ്വം ബോർഡ് പരീക്ഷയുടെ LD ചോദ്യം നല്ല ടഫായിരുന്നു. അത് പഴുതടച്ച്, എന്നാൽ കാടടച്ച് പഠിക്കാതെ പഴുതടച്ച് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പരീക്ഷ തന്നെയാണ്. സ്പെഷ്യൽ ടോപ്പിക്കിലെയും കോർ സബ്ജക്ട്സിലെയും മാർക്കിലൂടെ നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെന്ന് ഈ ജോലി സ്വായത്തമാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇന്ന് നമുക്ക് ചെറിയൊരു കണ്ടന്റ് പഠിക്കാം. ക്ഷേത്രവും ക്ഷേത്രാചാരവും ക്ഷേത്രമര്യാദയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എംബ്ലം എന്നൊക്കെ തന്നെ പറയാവുന്ന ഒന്നാണ് നിലവിളക്ക്. നിലവിളക്കിനെ കുറിച്ചൊരു ചെറിയ കണ്ടന്റ്, ഇത് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതാണ്. ഒപ്പം ഇന്ന് നമ്മുടെ യൂട്യൂബിലെ മക്കൾക്കായിട്ട് കുറച്ച് കണ്ടന്റ് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിലവിളക്കുമായി ബന്ധപ്പെട്ട് 2-3 ക്ലാസ്സുകൾ ഉണ്ടാവും. അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു സെക്ഷനാണ് ഈ നിലവിളക്ക്. അപ്പൊ നിലവിളക്കുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രകാശമാണ് ഇത്. ഒരു പ്രത്യേക ഹിന്ദുമതത്തിന്റെ എംബ്ലം, അടയാളം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവെങ്കിലും ഇത് പ്രത്യേകിച്ചൊരു എംബ്ലം അല്ല. എവിടെയാണോ പ്രകാശം പരത്തുന്നത്, ആ തേജസ് പകരുന്നത്, അതിനെ ഒരു വിളക്ക് അല്ലെങ്കിൽ ദീപം എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. അത്തരത്തിൽ നിലവിളക്ക് ഒരു ദീപമായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള അല്ലെങ്കിൽ എല്ലാവരും ആചരിക്കുന്ന ഒന്നാണ് നിലവിളക്ക്. നിലവിളക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 തരത്തിലാണുള്ളത്. ഒന്ന് അലങ്കാര വിളക്കാണ്, ഒന്ന് അലങ്കാര വിളക്കുണ്ട്. അലങ്കാര വിളക്ക് എന്താണ്? സാധാരണയായി നമ്മൾ വീട്ടിൽ അലങ്കാര വിളക്ക് കത്തിക്കാറില്ല. വീട്ടിൽ കത്തിക്കുന്നത് സാധാരണ തട്ടുവിളക്കാണ്. അങ്ങനെ അതിൽ തന്നെ 1 തട്ട് 2 തട്ട് 3 തട്ട് എന്നൊക്കെയായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ കത്തിക്കുമ്പോൾ ഒറ്റ തട്ടുള്ള വിളക്കാണ് സാധാരണയായി, അതായത് റെഗുലർ ആയിട്ടൊരു വീട്ടിൽ കത്തിക്കുമ്പോൾ. ഇനി എപ്പോൾ കത്തിക്കണം എന്ന് ചോദിച്ചാൽ സാധാരണ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ് നിലവിളക്ക് കത്തിക്കുന്നത്. രാവിലെയോ വൈകുന്നേരമോ നിലവിളക്ക് കത്തിക്കാം. എങ്കിലും കേരളീയ ഭവനങ്ങളിൽ വൈകുന്നേരമാണ് ആചാരത്തിന്റെ ഭാഗമായി നിലവിളക്ക് കത്തിക്കുന്നത്. ഒരു അനുഷ്ഠാനം പോലെ വൈകുന്നേരങ്ങളിലാണ് നിലവിളക്ക് കത്തിക്കുന്നത്. ഇനി എത്ര തിരി ഈ നിലവിളക്കിൽ ഇടണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ് പലർക്കും. എന്തായാലും ഒരു കാര്യം ഓർക്കുക, ഒറ്റത്തിരി ഇട്ട് കത്തിക്കണ്ട. അപ്പോൾ നമുക്കിവിടെ ഒക്കെ പറയുമ്പോൾ ചില യുക്തിബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ ഇപ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗമല്ലേ, ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ. വിശ്വാസം വേറെ, യുക്തി വേറെ. ശാസ്ത്രീയമായ ചില അടിത്തറകൾ ഈ വിളക്ക് കത്തിക്കലുമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വൈകുന്നേരമാണ് ഈ പറഞ്ഞ ബാക്ടീരിയകൾ, ജീവജാലങ്ങളൊക്കെ ഇറങ്ങുന്നത്. ആ സമയം പ്രകാശം പരത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതൊരു സയന്റിഫിക്കലി ഇത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ആ പ്രകാശം പല തിന്മകളെയും അകറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മളിത് വിശ്വാസപൂർവ്വം പഠിക്കുന്നതാണ് നമുക്ക് മാർക്ക് കിട്ടാൻ ഏറ്റവും നല്ലതല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, യുക്തിസഹജമായ കാര്യങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത്. ഈ ഒരു വിശ്വാസം, നമ്മുടെ വിശ്വാസം അന്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തിടത്തോളം കാലം ഏത് വിശ്വാസവും നല്ലതാണ്. ആ വിശ്വാസം നമുക്കൊരു പോസിറ്റിവിറ്റി തരും. നിങ്ങളൊന്ന് ചിന്തിച്ചേ, വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ പോയി എന്താണ് ആരെങ്കിലും കുറിച്ചൊക്കെ മോശം ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ ഡെസ്പ് അടിച്ച് അല്ലേ, അല്ലെങ്കിൽ കുറേ റീൽസൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാളും നമ്മളൊന്ന് കുളിച്ച് അല്ലേ, നമ്മൾക്ക് തന്നെ ഒരു ഉന്മേഷം കിട്ടുന്ന കാര്യമല്ലേ കുളിക്കുന്നത്. അപ്പോൾ ഒന്ന് കുളിച്ച് നിലവിളക്കൊക്കെ കത്തിച്ച് കുറച്ച് സമയം ഒന്ന് ആ പ്രകാശമൊക്കെ വീട്ടിൽ പകരുമ്പോൾ, വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരതൊക്കെ നോക്കും അല്ലേ. അവിടെ ഒരു ദീപം വരുന്നതോടുകൂടി ഒരു പോസിറ്റീവ് എനർജി വരുന്നു എന്നുള്ളത് കറക്റ്റാണ്. എല്ലാം നമ്മുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. ഒന്ന് വിളക്കൊക്കെ കത്തിച്ച് ഒരു ഭക്തിയുടെ അന്തരീക്ഷം കുട്ടികളിലേക്കൊക്കെ കൊണ്ടെത്തിക്കുമ്പോൾ, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പൂർവികരുടെ ഒരു കാലഘട്ടം, ചില മോറൽ വാല്യൂസിലൂടെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നൊരു കാലഘട്ടം ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ മുതിർന്നവരും കുട്ടികളും തമ്മിലുള്ളൊരു ഐക്യം കൂടി വരുന്നുണ്ട്. ആ നിലവിളക്ക് എന്ന് പറയുന്നത് ചേർച്ചയുടെ സിമ്പൽ കൂടിയാണ്. നമുക്കറിയാം, ദീപം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചേട്ടയെ അകറ്റുക, എന്താണ്
ദുരന്തങ്ങൾ അകന്നു പോകൂ, നല്ലത് വരൂ, വെളിച്ചം വരൂ എന്ന് വിളിച്ചുകൊണ്ടാണ് നിലവിളക്ക് കേരളീയ ഭവനങ്ങളിൽ കത്തിച്ചിരുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ തട്ടുവിളക്കിട്ട് കത്തിക്കുമ്പോൾ ഒരു തിരിയിട്ട് കത്തിക്കില്ല. എന്തുകൊണ്ട് ഒരു തിരിയിട്ട് കത്തിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ സകല ദുഃഖവും മഹാവ്യാധിയും എന്നാണ് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ഒരു തിരിയിട്ട് കത്തിച്ചാൽ അതിലുണ്ടാകുന്നത് സകല ദുഃഖമാണ്, എല്ലാ ദുഃഖവും മഹാവ്യാധിയും. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. നിലവിളക്കിൽ ഒറ്റത്തിരിയിടരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അതായത് നിലവിളക്കിൽ ഒറ്റത്തിരിയിട്ടാൽ സകല ദുഃഖവും മഹാവ്യാധിയും എന്ന് പുരാണ ഗ്രന്ഥങ്ങളിൽ നിഷ്കർഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒറ്റത്തിരിയിടാറില്ല. നമ്മൾ രാവിലെയാണ് കത്തിക്കുന്നതെങ്കിൽ സൂര്യൻ എവിടെയാണുള്ളത്? കിഴക്കാണേ. അപ്പോൾ നമ്മൾ 2 തിരി, ഏറ്റവും മിനിമം 2 തിരിയെങ്കിലും വിളക്കിൽ വേണം. ഇങ്ങനെ കത്തിക്കുന്ന സമയത്ത് കിഴക്ക്, സൂര്യൻ എവിടെയാണോ ഉള്ളത് കിഴക്ക് കത്തിച്ചിട്ടാണ് അത് ക്ലോക്ക് വൈസ് പടിഞ്ഞാറ് കത്തിക്കേണ്ടത്. എന്നാൽ വൈകുന്നേരമാണ് വിളക്ക് കത്തിക്കുന്നതെങ്കിൽ 2 തിരി 2 ദിശയിലേക്ക് നിങ്ങൾ ഇടുകയാണെങ്കിൽ സൂര്യന്റെ സ്ഥാനം പടിഞ്ഞാറാണ്. പടിഞ്ഞാറ് ഉള്ള തിരി കത്തിച്ചതിന് ശേഷമാണ് കിഴക്ക് തിരി കത്തിക്കേണ്ടത്. അപ്പൊ കിഴക്ക് പടിഞ്ഞാറ് ദർശനമായി വിളക്ക് തിരി നിങ്ങൾ വെക്കുമ്പോൾ സൂര്യനഭിമുഖമായി രാവിലെ കിഴക്ക് ദിശയിലുള്ള സൂര്യനെ നോക്കി വിളക്ക് കത്തിക്കുകയും പിന്നെ അത് പടിഞ്ഞാറ് ദിശയിലേക്ക് മാറുകയും, വൈകുന്നേരം സൂര്യന്റെ സ്ഥാനം പടിഞ്ഞാറായതുകൊണ്ട് പടിഞ്ഞാറ് വിളക്ക് കത്തിച്ചതിന് ശേഷം വേണം, പടിഞ്ഞാറ് തിരി കത്തിച്ചതിന് ശേഷം വേണം കിഴക്കിലേക്ക് വരാൻ. ഒറ്റത്തിരി സകല ദുഃഖവും മഹാവ്യാധിയും സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ മിനിമം 2 തിരിയെങ്കിലും നിലവിളക്കിലിട്ട് കത്തിക്കണം. ഒരു തട്ടുവിളക്കിനെ സംബന്ധിച്ച്, ഒരു സാധാരണ നിലവിളക്കിനെ സംബന്ധിച്ച് നിലവിളക്കിൽ ഒരു ഈശ്വര ചൈതന്യം കുടിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. 3 പ്രധാനപ്പെട്ട ദേവന്മാരാണ് ഇവിടെ ഉള്ളത്. അതില് ശിവനും വിഷ്ണുവും ബ്രഹ്മാവുമാണ് ഒരു നിലവിളക്കിൽ കുടിയിരിക്കുന്ന പ്രധാന ദേവകളായി കണക്കാക്കുന്നത്. മുകൾ ഭാഗത്ത് ശിവനും മധ്യഭാഗത്ത് വിഷ്ണുവും ഏറ്റവും താഴെ ബ്രഹ്മാവും കുടിയിരിക്കുന്നതായി വിശ്വസിക്കുന്നു. അങ്ങനെ തട്ടുവിളക്കില് വീട്ടിൽ കത്തിക്കുന്ന ഒരു നിലവിളക്ക് കത്തിക്കുന്നതിലൂടെ 3 ദേവകളെയാണ് നമ്മൾ പ്രീതിപ്പെടുത്തുന്നത്. ഇനിയും അനുബന്ധ ദേവകളുണ്ട്, എങ്കിലും 3 ദേവകളായി കണക്കാക്കുന്നത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ വെറുതെ അല്ല നിലവിളക്ക് നമ്മുടെ പൂർവികര് കത്തിച്ചിരുന്നത്. വൈകുന്നേരം കുട്ടികളെയൊക്കെ വിളിച്ച് അടുത്തേക്കിരുത്തി സൃഷ്ടി സ്ഥിതി സംഹാര ദേവകളെ പ്രീതിപ്പെടുത്തുന്നതിലൂടെയാണ് ഒരു മനുഷ്യന്റെ പുരുഷാർത്ഥം ഏറ്റവും ഭംഗിയായി കടന്നു പോകുന്നത്. എന്താണ് പുരുഷാർത്ഥം? പുരുഷാർത്ഥം എന്നാൽ ജീവിതത്തിന്റെ യാത്രയാണ്. ജനനം മുതൽ മരണം വരെയുള്ള യാത്ര കടന്നു പോകുന്നത് പുരുഷാർത്ഥങ്ങളിലൂടെയാണ്. സിലബസിൽ നമ്മൾ പുരുഷാർത്ഥം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, അല്ലെ? അതുപോലെ നമ്മുടെ ബാല്യ, കൗമാര, യൗവന അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ബ്രഹ്മചര്യം, അല്ലെ? ബ്രഹ്മചര്യത്തെ പ്രാപിച്ചു തന്നെയാണ് ഒരാൾ തൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അതിനകത്ത് ബാല്യം വരും, കൗമാരം വരും, യൗവനം വരും. അങ്ങനെ കടന്നു പോകുന്ന ആ ഒരു ബ്രഹ്മചര്യം, അത് കഴിഞ്ഞ് സന്താനം ഉൽപ്പാദിപ്പിച്ച് സൃഷ്ടി, അല്ലെ? അതിലൂടെ തൻ്റെ വംശപരമ്പരകളെ നിലനിർത്തി കളത്രത്തെയും കൂടെ കൂട്ടി, കളത്രം എന്നാൽ ഭാര്യ, കൂടെ കൂട്ടി ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും എന്താണ്, തൻ്റെ പുരുഷാർത്ഥത്തിലെ പ്രധാനമായി ഗൃഹസ്ഥാശ്രമത്തെ കാണുന്നു. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് വാനപ്രസ്ഥമാണ്. വാനപ്രസ്ഥം എന്നാൽ ഈശ്വര ചിന്തകളിൽ ഊന്നി നിന്നുകൊണ്ട് ഈശ്വര സാന്നിധ്യം അറിയാനുള്ള താല്പര്യമാണ് വാനപ്രസ്ഥം. അത് കഴിഞ്ഞ് അവസാന ഘട്ടമാണ് സന്യാസം. ന്യാസമാണ് സന്യാസം. സർവവും ന്യസിക്കുന്നവനാണ് യഥാർത്ഥ സന്യാസി. പൂർവാശ്രമത്തിലെ ബന്ധങ്ങൾ, പൂർവാശ്രമത്തിലെ ചിന്തകൾ, പൂർവാശ്രമത്തിലെ നാമധേയം ഉൾപ്പെടെ എല്ലാം ത്യജിച്ച് സന്യാസം എന്ന ഈശ്വര രീതിയിലേക്ക് നിർവാണ അവസ്ഥയെ പ്രാപിക്കുന്നതാണ് സന്യാസം. അങ്ങനെ ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, ഈ 4 പുരുഷാർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ സ്മരിച്ചുകൊണ്ട് അവരുടെ സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ നിലവിളക്ക് എന്ന ആ ഒരു കൺസെപ്റ്റിൽ നോക്കൂ. ഏറ്റവും താഴേത്തട്ടിൽ ബ്രഹ്മാവ് സൃഷ്ടി സ്ഥിതി നടത്തിക്കൊണ്ടുപോകുന്ന വിഷ്ണു,
എന്നാൽ എല്ലാത്തിൻ്റെയും പരിസമാപ്തി എന്ന് കണക്കാക്കുന്ന പരമേശ്വരനായ ശിവൻ സംഹാരരൂപി അല്ലേ. ഇത് മൂന്നും ഒരു നിലവിളക്കിലേക്ക് നമ്മൾ എടുക്കും. പോറ്റത്തിരിയിട്ട് കത്തിക്കില്ല. അത് കിഴക്ക് പടിഞ്ഞാറ് ദർശനമായി. രാവിലെയാണ് കത്തിക്കുന്നെങ്കിൽ കിഴക്കായിട്ടും പടിഞ്ഞാറാണെങ്കിൽ 2 തിരിയിൽ ആദ്യം പടിഞ്ഞാറ് പിന്നെ കിഴക്ക്, ആ രീതിയിൽ വിളക്കിട്ട് കത്തിക്കുക. ഇതാണ് നിലവിളക്ക്. നിലവിളക്കിന്റെ ഏറ്റവും അടിഭാഗം എന്തിനെ കുറിക്കുന്നു എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ബ്രഹ്മാവ്, സാക്ഷാൽ ബ്രഹ്മാവിനെയാണ്, സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവിനെയാണ്, നാൻമുഖനെയാണ് നമ്മൾ നിലവിളക്കിന്റെ ഏറ്റവും താഴെ ദേവതാ സങ്കല്പമായി കണക്കാക്കി പൂജിക്കുന്നത്. നിലവിളക്കിന്റെ ആ തണ്ടില്ലേ, ആ തണ്ട് വിഷ്ണുവാണ്, സ്ഥിതിയാണ്, മനുഷ്യ ജീവന്റെ സ്ഥിതിയാണ്. ദേഹവും ദേഹിയും ചേർന്നുള്ള മനുഷ്യന്റെ ജീവിതം, ആ ദേഹദേഹി സങ്കല്പം അല്ലെ. ദേഹമില്ലെങ്കിൽ ദേഹിയില്ല, ദേഹിയില്ലെങ്കിൽ ദേഹവുമില്ല. ദേഹമുണ്ടെങ്കിലേ ദേഹിക്ക് സ്ഥാനമുള്ളൂ. ശരീരമാദ്യം ഖലു ധർമ്മ സാധനം, അതായത് ശരീരമുണ്ടെങ്കിലേ ആത്മാവുള്ളൂ. ഇനി ആത്മാവ് ഇറങ്ങിപ്പോയാൽ ശരീരത്തിന് നിലനിൽപ്പില്ല, വെറും ജഡ അവസ്ഥയെ പ്രാപിക്കും. അത്തരത്തിൽ സ്ഥിതി ചെയ്യാൻ വിഷ്ണു പൂജ, അതാണ് തണ്ട്, നിലവിളക്കിന്റെ തണ്ട്. നിലവിളക്കിന്റെ ഏറ്റവും മുകൾ ഭാഗം സംഹാര രൂപിയായ ശിവനെ കാണിക്കുന്നു. എല്ലാത്തിനും ഒരു അവസാനമുണ്ടല്ലേ. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ചേരുമ്പോൾ ഭൂലോകം നിലനിൽക്കുന്നത് പോലെ ശിവനാണ് നിലവിളക്കിന്റെ ഏറ്റവും മുകൾ ഭാഗം, തിരികത്തുന്നിടം. എന്നാൽ ആ നിലവിളക്കിന്റെ നാളം ഏത് ദേവതയെ കുറിക്കും? ലക്ഷ്മിയെ. അപ്പൊ താഴെ ബ്രഹ്മാവ്, തണ്ട് വിഷ്ണു, ഏറ്റവും മുകൾ ഭാഗം ശിവൻ. എന്നാൽ ആ നാളമുണ്ടല്ലോ, വിളക്കിന്റെ നാളം ലക്ഷ്മിയെ പോലെ ഐശ്വര്യപൂർവം കത്തണം. അതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത്, മക്കളെ കരിന്തിരി കത്തരുത്. ലക്ഷ്മി ഐശ്വര്യമാണ്, ലക്ഷ്മി കൊണ്ടുവരുന്നത് ഐശ്വര്യമാണ്. ആ ലക്ഷ്മി ദേവതയ്ക്ക് കരിന്തിരിയിലേക്ക് പോകരുത്. വേണ്ടുന്ന ഇന്ധനം സമയാസമയം ഒഴിച്ച് എത്ര നേരമാണോ നിലവിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നത് അത്രയും സമയവും ആ തിരുനാളം ലക്ഷ്മിയായി കണ്ട് ആ നാളം ഉറപ്പിക്കണമെന്ന് പഴമക്കാർ പറയും. ഇനിയുള്ളതോ, നിലവിളക്കിന്റെ പ്രകാശം ഏത് ദേവതയെ കുറിക്കുന്നു? സരസ്വതിയും. ലക്ഷ്മിയും സരസ്വതിയും കൂടി ചേരുമ്പോഴാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ബുദ്ധിയും സമ്പത്തും ഒരുപോലെ വരണമെന്ന് പറയും അല്ലേ. നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ബ്യൂട്ടി ആൻഡ് വിസ്ഡം ഡസന്റ് മീറ്റ് ടുഗദർ എന്ന്. ബുദ്ധിയും സമ്പത്തും കൂടി ഒരാൾക്ക് ഒരുമിച്ച് കൊടുക്കില്ല. പക്ഷെ ഒരു നിലവിളക്കിൽ തിരി തെളിക്കുന്നതോടുകൂടി ആ തിരിയുടെ നാളം ലക്ഷ്മിയും അതിൻ്റെ പ്രകാശം സരസ്വതിയുമാണ്. ആ നാളം ലക്ഷ്മി, അതിൻ്റെ പ്രകാശം സരസ്വതി. ബുദ്ധിയുടെ, ചിന്തയുടെ, വിദ്യയുടെ ദേവതയാണ് സരസ്വതി. വാണീമയി അല്ലേ. അപ്പോ സാമജ സഞ്ചാരിണി, വാണീമയി, വാഗ്ദേവത. അതുകൊണ്ടാണ് വൈകിട്ട് കുട്ടികളെ വിളക്കിന്റെ മുമ്പേ ഇരുത്തി എന്ത് ചെയ്യുന്നത്? നാമം ജപിക്കുന്നത്. ശബ്ദരൂപത്തിലുണ്ടാകുന്ന വാക്കുകളുടെ അർച്ചനയാണ് അവിടെ സരസ്വതിക്ക് കൊടുക്കുന്നത്. എന്തിനാണ് വാക്കുകളാൽ അർച്ചന കൊടുക്കുന്നത്? നിലവിളക്കിന്റെ പ്രകാശം സരസ്വതി ദേവതയുടെ അർച്ചന കൂടിയാണ്. നിലവിളക്കിന്റെ നാളത്തിലെ ചൂട് പാർവതീ ദേവിയാണ്, പതിപ്രതാരക്തമായ പാർവതി. അതായത് പരമേശ്വരന്റെ പകുതി, നേർപകുതിയായ പാർവതിയെയും സ്തുതിക്കുന്നു. അത് നാളത്തിന്റെ ചൂടാണ്. ഒന്നുകൂടി അതിലിടുന്ന നാളം എന്ന് പറയുന്നത്, തിരിയിലൂടെ കത്തുന്ന നാളം എന്താണ്? ലക്ഷ്മിയാണ്. പ്രകാശം സരസ്വതിയാണ്. ആ വിളക്ക് കത്തുമ്പോൾ അനുഭവിക്കുന്ന താപം അഥവാ ചൂടാണ് പാർവതി. ഇനി ഇന്ധനം, ഏറ്റവും നന്ന് നെയ്യാണ്. നിലവിളക്കിൽ കത്തിക്കാൻ ഏറ്റവും അനുയോജ്യം നെയ്യാണ്. ക്ഷേത്ര മര്യാദകളിലേക്ക് വരുമ്പോൾ നെയ്യ് എന്തുകൊണ്ട് ഒഴിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ പറയും. പക്ഷെ നമുക്കറിയാം നെയ്യ് നല്ല വിലയാണ്. സാധാരണ ഒരു ഭവനത്തിൽ എല്ലാ ദിവസവും നെയ്യൊക്കെ വെച്ച് വിളക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. എന്നാൽ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ നെയ്യ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാലും അതിന് പകരം എള്ളെണ്ണ ആണ് കുറച്ച് നല്ലത്. അതായത് നെയ്ക്ക് പകരം പിന്നെ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂൻസ് എന്നുള്ള രീതിയിൽ, നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ നല്ലെണ്ണയും ഉപയോഗിക്കാം, എള്ളെണ്ണ. പിന്നെ ഉള്ളത് അതിൻ്റെ തിരി ഏത് ദേവനെയാണ് കുറിക്കുന്നത് അല്ലെ? ഇന്ധനം, അതായത് അതിൽ കത്തിക്കുന്ന ഇന്ധനം വിഷ്ണു, അതായത് സ്ഥിതി ചെയ്യേണ്ട വിളക്ക്.
അങ്ങനെ നമ്മൾ വിഷ്ണുവിനെയും, എന്നാൽ അതിൽ തിരി ഏത് ദേവനെ കുറിക്കുന്നു എന്ന് ചോദിച്ചാൽ ശിവനെയാണ് ആ ഒരു തിരി സങ്കല്പം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. കോമൺ ആയിട്ട് പറഞ്ഞാൽ ഒരു നിലവിളക്കിലെ ഏറ്റവും അടിഭാഗം സ്രഷ്ടാവായ ബ്രഹ്മാവ്, സ്ഥിതിയുടെ രൂപമായ ശിവൻ വിഷ്ണു അതിന്റെ തണ്ടാണ്, എന്നാൽ ഏറ്റവും മുകൾ ഭാഗം സംഹാര രൂപിയായ ശിവനുമാണ്. ഇനി ആ ഒരു നിലവിളക്കില് നമുക്കറിയാം താഴെഭാഗം ബ്രഹ്മാവായി, തണ്ട് വിഷ്ണുവായി, എന്നാൽ മുകൾ ഭാഗം ശിവനുമാണ്. ആ നാളമാണെങ്കിൽ ലക്ഷ്മി ദേവിയാണ്, എന്നാൽ അതിലെ പ്രകാശമാകട്ടെ സരസ്വതി ദേവിയാണ്. ആ നാളത്തിലെ ചൂട് ഏത് ദേവതയെ കുറിക്കുന്നു? പാർവതിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നിലവിളക്കിലെ ഇന്ധനം ഏത് ദേവനെ കുറിക്കുന്നു എന്ന് ചോദിച്ചാൽ വിഷ്ണുവാണ്. വിളക്കിലെ തിരി ഏത് ദേവനെ കുറിക്കുന്നു എന്ന് ചോദിച്ചാൽ ശിവനുമാണ്. ഓക്കെ, കിഴക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? ദുഃഖങ്ങൾ ഇല്ലാതാകും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം കിഴക്ക് ദിക്കിലേക്ക് നോക്കി നിങ്ങൾ വിളക്ക് കത്തിച്ചാൽ സർവ്വ ദുഃഖവും നശിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പടിഞ്ഞാറ് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം കടബാധ്യത തീരും. നേരത്തെ ഞാൻ പറഞ്ഞു യുക്തി അല്ല ഇവിടെ, വിശ്വാസമാണ്. അപ്പൊ യുക്തി ചിന്ത വേറെ, വിശ്വാസ ചിന്ത വേറെ, അല്ലെ? അപ്പൊ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഓരോ ചോദ്യങ്ങളും. അപ്പൊ നമ്മള് ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പിന്നെ ഓരോ മുറകളും ഒക്കെ പഠിക്കുമ്പോൾ ഇത് അങ്ങനെ ചെയ്താൽ പറ്റുമോ, ഇങ്ങനെ ചെയ്താൽ പറ്റുമോ, പക്ഷെ നമ്മുടെ ചോദ്യങ്ങളെല്ലാം വിശ്വാസാധിഷ്ഠിതമാണ്. ഓരോ അമ്പലവും ഓരോ ക്ഷേത്രവും വിശ്വാസമാണ്. അപ്പൊ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് പഠിക്കേണ്ടത്. പടിഞ്ഞാറ് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ കടബാധ്യത തീരും. വടക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം സമ്പത്ത് വർദ്ധിക്കും. എന്താണ്? സമ്പത്ത് വർദ്ധിക്കും. തെക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കത്തിക്കരുത്. തെക്ക് എന്ന് പറയുന്നത് തെക്കോട്ടെടുക്കുക, മരണസൂചകമാണത്, അവസാനമാണത്. തെക്ക് ദിക്കിലേക്ക് ശുഭകാര്യങ്ങളില്ല, വിളക്ക് കൽപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ളത് നമ്മൾ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. നിലവിളക്കിലിടുന്ന തിരിയിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് പഞ്ഞി കൊണ്ടുണ്ടാക്കിയ തിരിയാണ്. പഞ്ഞി കൊണ്ട് ഉണ്ടാക്കിയ തിരി. ഇനി ചുവപ്പ് പട്ടിനാൽ തിരി ഉണ്ടാക്കാമോ? ഉണ്ടാക്കാം. എന്തിനാണ് ചുവപ്പ് പട്ടുകൊണ്ട് തിരി നിർമ്മിച്ചിടുന്നത്? വിവാഹ തടസ്സം നീങ്ങാൻ. ഇനി മഞ്ഞത്തിരിയിൽ വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? മാനസിക ദുഃഖ നിവാരണമാണ്. മനസ്സ് വല്ലാതെ പ്രക്ഷുബ്ധമാകുമ്പോൾ മഞ്ഞ തുണിയില്ലേ, പീതാംബരം, ശ്രീകൃഷ്ണനെ എന്താണ് അതിന്റെ പിന്നിലുണ്ട്, കാര്യങ്ങളെല്ലാം പറയാം. ചുവന്ന തിരി ദേവി സങ്കല്പമാണ്, ഭദ്രകാളി സങ്കല്പമാണ്. ഓരോന്നും നമ്മൾ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. എന്തായാലും ഇതൊരു ഇൻസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇത്രയും പറഞ്ഞത്. നമ്മുടെ ബാച്ചിന്റെ കാര്യം മറക്കണ്ട. നമ്മുടെ ബാച്ച് ദേവസ്വം ബോർഡിന്റെ ഓൾ ബാച്ചും ഉണ്ട്, സ്പെഷ്യൽ ടോപ്പിക് ബാച്ചും ഉണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ സിലബസിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി തന്നെ നിങ്ങൾ സൈലന്റ് ക്ലാസ്സിലൂടെ പഠിക്കും. ഓൾ ബാച്ചിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കും അവൈലബിൾ ആണ്, കോഴ്സ് സബ്ജക്ട്സും അവൈലബിൾ ആണ്. ശരി, അപ്പൊ നമുക്കിനി ക്ലാസ്സിൽ കാണാം. എല്ലാവരെയും ഈശ്വരൻ കാത്തുരക്ഷിക്കട്ടെ. ഓക്കെ, ബൈ.